ഇത് കൃപാകാലമാണ്. അതുകൊണ്ട് സുവിശേഷങ്ങളൊക്കെ പണ്ട് പാടുന്നൊരു പാട്ടുണ്ട്, കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിൽ ഉറങ്ങിയിടുന്ന യോനയെ പോലുള്ളവരെ എത്ര നാൾ ഉറങ്ങിയിടുമോ, കർത്താവ് ഇപ്പോൾ വന്നിടും. കർത്താവ് വരാറായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് കാലം അന്ത്യകാലമാണ്. അതുകൊണ്ട് കർത്താവായി യേശുക്രിസ്തു പറഞ്ഞു, അന്ത്യകാലം കൃപായുഗം ആരംഭിക്കുന്നു, കാലം തികഞ്ഞു. രണ്ട്, എന്ത് സമീപിച്ചു? ദൈവരാജ്യം. ആ വാക്യം എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവരാജ്യം. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവരാജ്യം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ സ്വർഗരാജ്യം, മർക്കോസ് ദൈവരാജ്യം. ദൈവരാജ്യം ഈ വാക്കുകൾ നാം ചിന്തിക്കുമ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ എന്ന് കാണുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിചാരണ സമയത്ത് ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരമായി കർത്താവ് പറയുന്ന ഒരു ഉത്തരമുണ്ട്, എൻ്റെ രാജ്യം എന്തല്ല, ഐഹികമല്ല. എല്ലാവരും പറഞ്ഞേ, എൻ്റെ രാജ്യം എന്തല്ല, ഐഹികമല്ല. ഐഹികമല്ല ആയിരുന്നെങ്കിൽ എൻ്റെ ചേവകർ എനിക്ക് വേണ്ടി എന്ത് ചെയ്യായിരുന്നു, പോരാടുവാൻ. അപ്പോൾ ഇവിടെയുള്ള മുഴുവൻ രാജ്യങ്ങളും ഐഹികമാണ്, ഭൗതികമാണ്. അത് അതിരുകളാൽ സംരക്ഷിക്കപ്പെടുന്നവരാണ്. ഇന്ത്യ മഹാരാജ്യത്തിന് അതിരുണ്ട്, പാകിസ്ഥാന് നമുക്ക് ബോർഡറുണ്ട്, പിന്നെ മറ്റ് ജമ്മു കാശ്മീർ നമ്മൾ വിട്ടുകൊടുക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മുടെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലമായതുകൊണ്ടാണ്. അപ്പോൾ അവിടെയെല്ലാം നമ്മുടെ ബോർഡർ ഫോഴ്സുണ്ട്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുണ്ട്. എന്തിനാണ്? അതിരുകൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇനി കേരളത്തിന് തെക്കോട്ട് പോയാൽ നമുക്ക് തമിഴ്നാടുമായിട്ട് ബോർഡറുണ്ട്, വടക്കോട്ട് പോയാൽ പാലക്കാട് നമുക്ക് ബോർഡറുണ്ട്. അവിടെയെല്ലാം വലിയ സജീവമായ സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റുകളുണ്ട്, അതിരുകൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിരുകളുള്ള രാജ്യങ്ങളെന്ന് പറയുക. ഇന്ന് നമ്മൾ കൊടുക്കുന്ന ടാക്സിൻ്റെ ഏറെ മേജർ ചങ്കും ചെലവഴിക്കപ്പെടുന്നത് അതിർത്തി സംരക്ഷണത്തിന് വേണ്ടിയും പ്രതിരോധ സംവിധാനത്തിന് വേണ്ടിയും ആയുധങ്ങൾ മേടിച്ചു കൂട്ടാൻ വേണ്ടിയാണ്. ലോകത്ത് ആയുധങ്ങൾ മേടിച്ചു കൂട്ടുന്ന കാശുണ്ടെങ്കിൽ ഇവിടുത്തെ ദരിദ്രരായി തീരുകയില്ല. ബോംബെയിൽ ചേരികൾ കാണത്തില്ല, എല്ലാവിടെയും പ്രശ്നങ്ങൾ അവസാനിക്കും. പക്ഷേ ബഹുഭൂരിപക്ഷവും മേജർ ചങ്ക് പണവും പോകുന്നത് ഈ അതിരുകൾ സംരക്ഷിക്കാനും യുദ്ധസാമഗ്രികൾ വാങ്ങിച്ചു കൂട്ടാനുമാണ്. അതിരുകളിൽ കൂടെയാണ് യുദ്ധങ്ങൾ ഉണ്ടാകുക, അല്ലേ? ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തെക്കുറിച്ച് ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് അതിരുകളുള്ള യുദ്ധങ്ങളാണ്, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ്. എന്നാൽ ക്രിസ്തു പറഞ്ഞു, എൻ്റെ രാജ്യം അതിരുകളില്ലാത്ത രാജ്യം. പിന്നെന്താണ്? മനുഷ്യ മനസ്സുകളിൽ സ്ഥാപിക്കപ്പെടുന്ന സ്നേഹ സാമ്രാജ്യമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സുകളിൽ സ്ഥാപിക്കപ്പെടുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ പീലാത്തോസ് ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവിനെ ഒന്ന് കുറ്റക്കാരനാക്കാൻ വേണ്ടിയാണ് ചോദിക്കുക. രാജ്യദ്രോഹ പ്രവർത്തനത്തിന്, വിധ്വംസ പ്രവർത്തനത്തിന് തനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു വശം തേടുകയാണ് പീലാത്തോസ് ചെയ്യുക. പക്ഷേ ക്രിസ്തുവിൻ്റെ ഉത്തരം തന്നെ കുഴക്കി. എൻ്റെ രാജ്യം എന്തല്ല, അതിരുകളില്ലാത്ത രാജ്യമാണ്. നമുക്കറിയാം, പലപ്പോഴും അതിരുകളാണ് പ്രശ്നം. അയൽക്കാർ തമ്മിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന എന്തിൻ്റെ പേരില്ല? അയൽക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന എന്തിൻ്റെ പേരില്ല? അതിൻ്റെ പേരില്ല. പൊക്കോട്ടെ, തിരുവനന്തപുരത്തുണ്ടോയെന്ന് അറിയത്തില്ല, റാന്നിയിൽ ഉണ്ട് കേട്ടോ, തിരുവനന്തപുരത്തുണ്ടോയെന്ന് അറിയത്തില്ല. അമ്മായിമ്മയും മരുമോളും പ്രശ്നം തുടങ്ങുന്നത് അതിരിലാണ്. ഇന്നലെ വരെ അടുക്കള ആരുടേതായിരുന്നു? അമ്മായിമ്മയുടെ ആയിരുന്നു. അമ്മച്ചി അവിടെ ആധിപത്യം സ്ഥാപിച്ച് രാജ്ഞിയായിട്ട് വിരസിച്ച് വരുമ്പോഴാണ് ഒരു കൊച്ചു പെണ്ണ് കയറി വന്ന് പറഞ്ഞ് ഞാനെല്ലാം ചെയ്തോളാമെന്ന്. അമ്മച്ചി പുറത്തായി, അതിര് തർക്കം ഉണ്ടായില്ലേ? അമ്മച്ചിയുടെ അടുക്കളയിൽ ആര് കയറി? മരുമോള് കയറി അമ്മച്ചിയുടെ അതിരിൽ. ഇന്നലെ വരെ കൊച്ചൻ രാവിലെ എഴുന്നേറ്റിട്ട് അമ്മ ചായ എന്ന് പറഞ്ഞത് ഇന്ന് അവളോട് ചായ പറയുന്നു. അമ്മച്ചിക്ക് ഇത് ശരിയാണേലും സഹിക്കാൻ വയ്യ. കാറുള്ള വീട്ടിലാണെങ്കിൽ അമ്മയും കൊണ്ട് പോകുമ്പോൾ അമ്മ ഫ്രണ്ടിലായിരുന്നത്, ഇന്ന് അമ്മ എവിടെ ഇരിക്കണം? അല്ല, എനിക്കറിയാൻ വേണ്ടി വയ്ക്കുക, അമ്മ എവിടെ ഇരിക്കണം, എവിടെ ഇരുത്തുക? അമ്മ പുറകിയിരുന്നു. മുമ്പിലത്തെ അതിരിനകത്ത് ആര് കയറി? ഇന്നലെ വന്നൊരു കൊച്ചു പെണ്ണ് കയറിയിരുന്നു. ആ പെണ്ണ് കയറിയപ്പോൾ അമ്മ മുറുമുറുത്ത ഞാൻ മേടിച്ച കയറിനകത്തോളം ഉണ്ട് കയറിയിരിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിച്ച് വന്ന് പെണ്ണും ചെറുക്കനെയും പുറകിരുത്തി അമ്മായിമ്മ മുമ്പിൽ കയറിയിരുന്നു. ചെറുക്കനെ വണ്ടി ഓടിച്ചത്, ചെറുക്കൻ വണ്ടി ഓടിച്ചപ്പോൾ അമ്മായിമ്മ എന്ന് പറഞ്ഞ് പുറകിരിക്കാൻ പറഞ്ഞു. അത്ര അമ്മായിമ്മമാരുണ്ട്, വലിയ ജഗജല്ലി അമ്മച്ചിമാർ. ഇവിടെ അതിന് പ്രശ്നം ഉണ്ടാകും. ഒന്നും വേണ്ട, വഴിയെ പോകുന്ന ഒരു പട്ടി നമ്മുടെ വീട്ടിൽ വന്നു. നമ്മൾ ഇച്ചിരി ചോറും വേസ്റ്റും ഇറച്ചിയും മുള്ളും ഒക്കെ കൊടുത്ത് നമ്മുടേതായി. നമ്മുടെ വീട്ടിൽ വേറൊരു പട്ടി വന്നാൽ ഈ പട്ടി എന്തോ ചെയ്യും? കണ്ടിട്ടുണ്ടോ? ഈ പട്ടി ഒരു നിപ്പുണ്ട്, ഇങ്ങനെ ഒരു നിപ്പുണ്ട്, മറ്റവനോട്. അപ്പം നാട്ടുകാർ പറയും തിണ്ണമെടുക്ക് കാണിക്കാമെന്ന് പറയും. അവൻ തിണ്ണമെടുക്ക് കാണിച്ചാൽ
അവൻ്റെ അതിരിനകത്ത് വേറൊരു പട്ടി വന്നു. ഇവനെങ്ങനെ അതിനുണ്ടാക്കിയെന്നറിയാമോ? അവൻ ഈ അതിന് ചുറ്റും മൂത്രമൊഴിക്കും. ഈ പട്ടി അതിന് ചുറ്റും മൂത്രമൊഴിച്ച് അവൻ്റെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കും. ആ സാമ്രാജ്യത്തിനകത്ത് വേറൊരാൾ കയറിയാൽ അവൻ അങ്ങ് എഴുന്നേക്കും, ഇവൻ ഓടും. കാരണം അവൻ്റെ അതിനകത്ത് കയറിയതാ. അപ്പോൾ അതിന് തർക്കങ്ങളാണ് പലപ്പോഴും പ്രശ്നം. പക്ഷേ ദൈവരാജ്യം എന്തല്ല? ഐഹികമല്ല. എല്ലാവരും പറഞ്ഞേ, ദൈവരാജ്യം എന്തല്ല? ഐഹികമല്ല. അല്ല, ആണോ? അല്ല. അതിരുകളില്ലാത്ത ഒരു രാജ്യം ക്രിസ്തു സ്ഥാപിച്ചു. ആ രാജ്യം എന്തല്ല എന്ന് പറയുന്നതും എന്താണ് എന്ന് പറയുന്നതും വായിക്കാം. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനം. റോമർക്കെഴുതിയ ലേഖനം 14-ാമത് അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവരാജ്യം എന്തല്ല? ഭക്ഷണവും പാനീയവും അല്ല. പിള്ളേരെല്ലാം പറഞ്ഞേ. എല്ലാവരുടെ കയ്യിൽ പുസ്തകമുണ്ടോ? ഉണ്ടോ? പാട്ട് പാടുന്ന എല്ലാവരുടെ കയ്യിലും പുസ്തകമുണ്ടോ? ഉണ്ട്. പിള്ളേരെ പൊക്കോട്ടെ, നിങ്ങളുടെ എല്ലാ കയ്യിലുണ്ട്. റോമാലേഖനം 14-17 എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ഇത്രയും എല്ലാം ഒപ്പിച്ച് കൊണ്ടുവന്നു. ആരാ ഇതെല്ലാം ചെയ്തേ? കോളേജ് പാസ്സാ അല്ലെ? കോർഡിനേറ്റ് ചെയ്താരാ? ഇത്ര ഒപ്പിക്കാൻ എന്ത് പാട് കെട്ട് കാണും അല്ലേ? എന്ത് കഷ്ടപ്പെട്ടാണ്. കാരണം എനിക്കറിയാവുന്ന കഷ്ടപ്പാടാണ് ഇതൊക്കെ. ഒരാൾ വരുമ്പോൾ ഒരാൾ വരത്തില്ല, ഇവരെ എല്ലാം ഒപ്പിച്ച് ഇത്രയൊക്കെ ഒപ്പിച്ചില്ലേ. എന്നാലും ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നല്ലപോലെ ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം, ഇവരെക്കാട്ടി നല്ലപോലെ ആരാധിച്ചു. ഇവരെന്തോ പറഞ്ഞതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ കൊച്ചു കൈയടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കൊച്ച് അവളങ്ങ് ഭയങ്കര കയ്യടിയായിരുന്നു. ഈ കൊച്ചുമുത്ത് ഒരു പേരെന്നാ അവിയ എന്നെ പാട്ടായിരുന്നറിയാം. നല്ല കയ്യടി കൊടുത്തേ പിള്ളേർക്ക്, നല്ല കയ്യടി. അപ്പം നല്ലപോലെ അവർ ഇത്രയൊക്കെ ചെയ്തല്ലോ. കർത്താവ് സഹായി. ഞങ്ങളുടെ അങ്ങ് വണ്ടിപ്പരിയാർന്നൊരു പാസ്റ്ററുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. വർഗീസ് പാസ്റ്റർ ഞങ്ങളുടെ ഒരു ദൈവദാസനാണ്. അപ്പം ദൈവരാജ്യം എന്തല്ല? ഭക്ഷണവും പാനീയമല്ല. ഇന്ന് നമുക്കറിയാം, ഈ മനുഷ്യർ മുഴുവൻ ഒരു ട്രെൻഡിലാണ്. എന്താ ചോദിച്ചാൽ, ഭയങ്കര ഈ ഭക്ഷണത്തോടുള്ള ഒരു വലിയ ട്രെൻഡിൻ ലോകത്ത്. ഇപ്പോൾ പിള്ളേരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് പറയുക? അവർ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുകയാണ്. അവരിങ്ങനെ കറങ്ങി നടക്കണം. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിലെ ഇസ്ലാം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും നായരാണെങ്കിലും ഈഴവരാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും യഹൂദനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും BJP-ക്കാരനാണെങ്കിലും മരിച്ച മയ്യത്തായാലും നിര്യാതനായാലും ശവമല്ലേ? ആണോ? ആണേ. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ കോഴി ചത്ത എന്തെല്ലാം ആകുമെന്നറിയാം. കോഴി പൊട്ടിത്തെറിച്ചത്, കോഴി വറുത്തരച്ചത്, കോഴി പൊരിച്ചത്, പിന്നെ ഒരു കറങ്ങുന്ന കോഴിയുണ്ടല്ലോ, നരകത്തിലെ കോഴി, എന്താ ഷവായി, പിന്നെ പറ പേര്, അൽഫാം, തന്തൂരി, പറയണ, ചിക്കൻ 65, ചില്ലി ചിക്കൻ, ഗാർലിക് ചിക്കൻ, പറ, KFC, ഫ്രൈഡ് ചിക്കൻ, പറഞ്ഞ ഇനിയുണ്ട്, കുഴിമന്തി, പിന്നെ ചിക്കൻ പെരിപ്പെരിയോ അങ്ങനെ സാധനം, അതെന്തോ പെരിപ്പെരി അൽഫാം. അമ്മച്ചി കേട്ടിട്ടുണ്ടോ? അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കണം അമ്മച്ചി, അല്ല പിന്നെ നമ്മൾ ചുമ്മാ ജീവിച്ചിട്ടൊന്നും കഥയില്ല. പെരിപ്പെരി അൽഫാം അമ്മച്ചി കഴിച്ചിട്ടുണ്ടോ? ഇല്ല, പോകണം കേട്ടോ. ചുമ്മാ മരിക്കുന്നതിന് മുമ്പ് പിന്നെ ഇത്രയേ ഉള്ളൂ. കാന്താരി ചിക്കൻ. പിന്നെ ഉണ്ടോ? ഈ പിള്ളേരെല്ലാം ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന പിള്ളേരാണ്. ഇത്രയൊക്കെ ഉള്ളോ? ഓക്കെ. എന്ത് പേരാന്ന് നോക്കി. പക്ഷെ മനുഷ്യൻ മരിച്ച ആര് മാത്രമാണ്? ശവമാണ്. വെറും ശവം. കോഴി മരിച്ച എന്തെല്ലാം പേരാ. അപ്പം ഇതെല്ലാം കഴിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് മനുഷ്യൻ. എന്തോ തിരക്കാ ഹോട്ടലുകളിൽ, കാരണം എക്സ്പ്ലോർ ചെയ്യുകയാണ് മനുഷ്യൻ. ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ്. പിന്നെ തീറ്റി, ഭക്ഷണം, പിന്നെന്താണ് പാനീയം. പാനീയം എന്ന് പറയുമ്പോഴും രണ്ട് തരത്തിലാണ്. മദ്യമുണ്ട്, പിന്നെ അല്ലാത്ത പച്ചവെള്ളം കുടിക്കുന്ന പിള്ളേർ കുറവാണ്. എല്ലാം സോഫ്റ്റ് ഡ്രിങ്കാണ്. എൻ്റെ പൊന്നെ, എവിടെല്ലാം രാത്രി തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തോ ബഹളമാണെന്നറിയാം. കരിക്കും ഷെയ്ക്ക്. അത് ചോദിച്ചാൽ ഇവരിപ്പോൾ 10 പേര് പറയും എന്തൊക്കെ ഷെയ്ക്കുണ്ടെന്ന്. പറയാമോ?
ഷാർജ കണ്ടോ കണ്ടോ മോനെ ഇതെല്ലാം ഒന്നാണ്. അതിനകത്തോട്ട് ഇതിനകത്തോട്ട് ഇതിടുമ്പോൾ അത് പുതിയൊരു പേരാവും. ഏതായാലും ഷെയ്ക്കിൻ്റെ ബഹളം, ഡ്രിങ്ക്സിൻ്റെ ബഹളം, പെപ്സിയുടെ ബഹളം എന്ന് വേണ്ട, മനുഷ്യർ ഭക്ഷണവും പാനീയവുമാണ്. ഇതിൻ്റെ കൂടെ കുറേ കാര്യം കൂടെ ഉണ്ട്. മദ്യപാനം കൂടെ കൂടി. മദ്യപാനം ഇതിൻ്റെ ഒരു വലിയ, ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടികൾ കുടിച്ച ബിയർ കുപ്പിയുടെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ അത്ഭുതപ്പെട്ടുണ്ട്. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും കുടിക്കുന്ന ലോകത്തേക്ക് മാറുമ്പം തീറ്റയും കുടിയുമായിട്ട് ഈ ലോകം പോവുക. അപ്പം കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം വെറും എന്തല്ല, ഭക്ഷണവും പാനീയമല്ല, ഭക്ഷണവും പാനീയമല്ല. പിന്നെന്താണ്? 3 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? നീതിയും സമാധാനവും പരിശുദ്ധ ആത്മാവിൻ്റെ സന്തോഷവും. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. എന്താണ് നീതി? വായിക്കാം. റോമർ 5:1. റോമാലേഖനം 5-ാമത് അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. എല്ലാവരും വാക്യം ഒന്ന് പറഞ്ഞേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനം. നീതീകരണം എന്നുള്ളൊരു വാക്കൊരു കോടതി ടേമാണ്. ഒരാളെ കുറ്റവിമുക്തനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ നീതീകരണം എങ്ങനെയാണ്? കർത്താവിൻ്റെ രക്തത്താലുള്ള നീതീകരണമാണ്. വചനം അറിയാവുന്നവർ ചേർന്ന് പറയണം. അതാണ് സുവിശേഷം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്തു ചെയ്യും? ശുദ്ധീകരിക്കും. നിങ്ങളുടെ പാപം എത്ര കടുചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്നെ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർമ്മലവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ആബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിൻ്റെ പുണ്യാക രക്തം. അപ്പോൾ ഈ രക്തത്താൽ നമുക്ക് വിശുദ്ധീകരണമുണ്ട്, നീതീകരണമുണ്ട്. വിശ്വാസം മൂലം, കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പം ദൈവരാജ്യം എന്തല്ല? ഭക്ഷണവും പാനീയവുമല്ല. ഒന്ന് നീതീകരണം. നീതീകരണം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, എല്ലാവരും ഇത് പറഞ്ഞേ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് അവൻ മുഖാന്തരം ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. അപ്പോൾ 1 നീതി, 2 എന്താണ്? സമാധാനം. എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞേ, എന്താണ്? സമാധാനം. സമാധാനം എന്ന് പറയുന്നതിന് 3 തലങ്ങളുണ്ട്. ചേർന്നൊന്ന് പറയണേ. ഞാനൊന്ന് പലപ്പോഴും ഇപ്പം പറയുന്നൊരു കാര്യം സത്യസന്ധമായിട്ട് പറയുകയാണ്. ഞാനൊരു ബലഹീന മനുഷ്യനാണ്. ഞാൻ പെട്ടെന്ന് അപ്സെറ്റാകുന്ന ഒരു ലോല ഹൃദയനാണ്. ഞാൻ പാവം ഒരു മനുഷ്യനാണ്. സത്യമായിട്ടും ഞാൻ പാവമാണ്. അല്ല, നിങ്ങൾ റാന്നി വന്നിറക്കിക്കോ, ഞാൻ പാവം വെച്ചേ. ഞാൻ ആരോടും വഴക്കുണ്ടാക്കാൻ പോകത്തില്ല. കഴിവതും ദേഷ്യപ്പെടുത്താൻ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ നല്ല സന്തോഷമായിട്ടിരിക്കണം. നിങ്ങൾ ചിരിച്ചൊക്കെ ഇരിക്കണം. അല്ലാതിരുന്നാൽ എനിക്കങ്ങ് സങ്കടം വരും. മനസ്സിലായോ? ഇപ്പോൾ എല്ലാവരും വളരെ സന്തോഷമായിട്ട് എന്നെ നോക്കിയിരിക്കുക. ഉള്ളവർ, ടി വി കാണുന്നവരെ നമുക്കറിയത്തില്ലല്ലോ, ഓൺലൈനിൽ കൂടെ കാണുന്നവർ, അവരെങ്ങനെ ഇരുന്നാലും എന്നെ ബാധിക്കത്തില്ല. പക്ഷെ നിങ്ങളെങ്ങനെ ഇരുന്നാലും എന്നെ ശ്രദ്ധിക്കും. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, നീതിയും സമാധാനം എന്നുള്ളതിന് 3 തലങ്ങളുണ്ട്. 1, മനുഷ്യന് ദൈവത്തോട് എന്തുണ്ടാകണം? സമാധാനം. 2, മനുഷ്യനിൽ സമാധാനം. 3, മനുഷ്യരുമായിട്ട് സമാധാനം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, മനുഷ്യന് ദൈവത്തോട്, 2 മനുഷ്യനിൽ, 3 മനുഷ്യനുമായിട്ട്. ദൈവരാജ്യം എന്തല്ല? ഭക്ഷണവും പാനീയവും മാത്രമല്ല. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് എക്സ്പ്ലോറിൻ്റെ, ഫുഡ് കൾച്ചറിൻ്റെ ഒരു ലോകമാണ്. എനിക്ക് ഒരു സങ്കടം, തെറ്റാണെന്ന് തോന്നുന്നൊരു കാര്യം ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ മക്കളൊക്കെ പോയിട്ട് വലിയ ഹോട്ടലിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം കൂടെ നിരത്തി വെച്ച് കൊണ്ട് വെക്കുമ്പം എന്തോ എടുക്കും? ഫോട്ടോ എടുക്കും. എന്നിട്ട് അവരെവിടെ ഇടും? സ്റ്റാറ്റസ് ഇടും. ദൈവത്തെ ഓർത്തിടല്ലേ. കഴിക്കാനില്ലാത്തവൻ പ്രാകും ഇല്ലേ? കഴിക്കാനില്ലാത്തവൻ പ്രാകത്തില്ലേ? കൊതിക്കത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഫുഡ് കഴിക്കുന്ന ഒന്നും ഇടരുന്നുള്ളതാണ് വ്യക്തിപരമായ. ഹോട്ടലുകാരിട്ടോട്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കുന്ന കാറ്ററിംഗുകാരൊക്കെ ഇടട്ട്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് അത് കഴിവതും എവിടെ ഇടരുത്, ഇടരുന്നുള്ളതാണ്. ചിലരുണ്ട് എന്തോ കഴിച്ചാലും അവർ സോഷ്യൽ മീഡിയ ഇടുന്ന കാണാം. ഇവരെന്തിനാ ഇങ്ങനെ ഇടുന്നേ?
അത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്തല്ല, ശരിയല്ല. കാരണം ഇന്നും കഴിക്കാൻ ഇല്ലാത്തവരില്ലേ? 2 കറി കൂട്ടി കഴിക്കാത്തവരിന്നും ഇല്ലേ? എൻ്റെ ഒരു വലിയ ഒരു സാമാന്യം കുഴപ്പമില്ലാത്ത ദിവസത്തിലൊരു വീടില്ല. അപ്പം ഞങ്ങളെല്ലാം കൂടെ കൂടി പുള്ളിയെ വലിച്ചിറക്കി ഒരു വീട് വെച്ച് വീട് അടിപൊളി ഒരു വീടായി കേട്ടോ. വീട് തീരാൻ നേരത്തെല്ലാം തീർന്നതിൻ്റെ കയറിത്താമസം കാലദിവസം ഞാൻ ചെന്നിട്ട് പറഞ്ഞ, അച്ഛാ നമുക്ക് ഒരു കുറവുണ്ട് അച്ഛാ. അപ്പം ഞാൻ ചോദിച്ചാൽ പുള്ളി എനിക്ക് അതെന്നാണ്, നമുക്ക് ഒരു നല്ല ഇത്രയും വീട് പണിതില്ല, ഒരു നല്ല ഡൈനിങ് ടേബിൾ വേണം. അവൾ പറഞ്ഞ് ഇതൊക്കെ പോരെ. ഞാൻ പറഞ്ഞു പോരെ, ഇത്ര നല്ല വീടല്ലേ, ഒരു പുതിയ ഡൈനിങ് ടേബിൾ വേണം. എന്നിട്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ നടുക്ക് ഇങ്ങനെ കറി വെച്ച് കറക്കുന്ന ഒരു സാധനം ഇല്ലേ, അത് വേണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്ക് പാവമാണ്. പുള്ളി എന്നോട് ചോദിച്ചാൽ അതെന്തിനാ? ഞാൻ പറഞ്ഞു ഈ കറി എല്ലാം കൂടെ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ കറക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, രാവിലെ 10 രൂപയുടെ മത്തി മേടിക്കും, കറങ്ങി വരുമ്പോഴത്തേനും തീരും, പിന്നെ എന്തോ വെച്ച് കറക്കാനാന്ന് ചോദിച്ചേ. പിന്നെ എന്തോ വെച്ച് കറക്കാനാന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞല്ലേ, കറക്കാനില്ലാത്തതൊക്കെ ഇല്ലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കഴിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ പോസ്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്നാലും ദൈവരാജ്യം എന്തല്ല, ഭക്ഷണവും പാനീയമല്ല, അത് നീതിയാണ്. 2 എന്താണ്? സമാധാനമാണ്. എന്താണ് സമാധാനം എന്ന് പറയുന്നത്? ഈ മനുഷ്യനും ദൈവവും കൂടെ ഭയങ്കര സമാധാനത്തിലായിരുന്നു. എന്നും ദൈവം തോട്ടത്തിൽ വരുമായിരുന്നു. അപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് തോട്ടത്തിലാക്കിയിട്ട് പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുക്കൊരു വൃക്ഷമുണ്ട്, അത് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലമാണ്, അതിൽ നിന്ന് തിന്നുന്ന നാളിൽ നിങ്ങൾ എന്ത് ചെയ്തു പോകും? മരിക്കുമെന്ന് പറഞ്ഞു. പിശാചുമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ആരെ പോലെ ആകും? ദൈവത്തെ പോലെ. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ അന്ന് വരെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മുതൽ അവൻ്റെ നന്മതിന്മകൾ, അവൻ്റെ ആത്മാവ് മരിച്ചു, ദേഹി സജീവമായി, ബുദ്ധി സജീവമായി. മനസ്സിലാകുന്നുണ്ടോ? ഒരു ഫിസിക്കൽ ഗ്രോത്തും ഒരു സ്പിരിച്വൽ ഗ്രോത്തും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് അമ്മയുടെ പാല് കുടിക്കുന്നു, പക്ഷേ അമ്മയുടെ കൂടെ കിടക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മ കുഞ്ഞിനെ മാറ്റി കിടത്തുന്നു. അത് കുഞ്ഞിൻ്റെ വളർച്ചയാണോ? അല്ലേ? കുഞ്ഞ് തന്നെ കിടക്കുന്നു, കുഞ്ഞിൻ്റെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ അമ്മ ചെയ്യുന്നു, കുഞ്ഞ് തന്നെ ബാത്റൂമിൽ പോകുന്നു, കുഞ്ഞ് തന്നെ കുളിക്കുന്നു, കുഞ്ഞ് തന്നെ ഷർട്ടിടുന്നു. വളർച്ചയോ തെറ്റോ? വളർച്ചയാണ്. ഒരു കുറച്ച് നാളുകൂടെ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് തന്നെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാകുന്നു, ബുക്കെല്ലാം എടുത്ത് വെക്കുന്നു, ബാഗ് വരുന്നു, മമ്മി ടാറ്റ എന്ന് പറഞ്ഞ് പോകുന്നു. വളർച്ചയോ മോശമോ? വളർച്ചയാണ്. അന്ന് കൊണ്ടുവിടുന്ന കുഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വന്തം സൈക്കിളെ പോകാൻ തുടങ്ങി. വളർച്ചയല്ലേ? കുഞ്ഞ് പതുക്കെ ഇൻഡിപെൻഡൻ്റായി വരികയാണ്. അത് അവൻ്റെ വളർച്ചയാണ്, അതല്ലെങ്കിൽ അവളുടെ വളർച്ചയാണ്. പക്ഷേ ഈ സ്പിരിച്വൽ വളർച്ച ഇൻഡിപെൻഡൻ്റ് ആകുന്നതല്ല, ഓരോ നിമിഷവും ദൈവത്തോട് ഡിപ്പെൻഡൻ്റ് ആകുന്നതാണ്. ദൈവത്തെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നൊരു വാക്കുണ്ട്, നിന്നെ പിരിഞ്ഞ് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയും. കഴിക്കണമെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്ന, എവിടെങ്കിലും പോകണമെങ്കിൽ ദൈവമേ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്ന, ദൈവത്തെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയാത്തതാണ് സ്പിരിച്വൽ വളർച്ച എന്ന് പറയുന്നത്. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. 2 വളർച്ചയും 2 രീതിയിലാണ്. ഒന്ന് ഇൻഡിപെൻഡൻ്റാണ്, അമ്മയിൽ നിന്ന് കൊച്ചി ഇൻഡിപെൻഡൻ്റ് ആകണം. പക്ഷേ സ്പിരിച്വൽ വളർച്ച ഓരോ നിമിഷവും ആരോട് ഡിപ്പെൻഡൻ്റ് ആയിക്കൊണ്ടിരിക്കുക? ദൈവത്തോട്. ഇവർ സ്വയത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി, ഇവർ സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങി. അന്ന് അവരുടെ ആത്മാവ് മരിച്ചു. അതോടുകൂടി ദൈവവുമായിട്ടുള്ള ബന്ധം പോയി, പാപം മനുഷ്യജീവിതത്തിൽ പ്രവേശിച്ചു. ഇവർ ദൈവം വന്നപ്പം തോട്ടത്തിൽ പോയി പാത്തിരുന്നു. അവരെന്തോ ഉണ്ടാക്കി? അത്തിയില കൊണ്ട് എന്തോ ഉണ്ടാക്കി? ലോകത്താദ്യം അവർ ചെയ്തത് ഉടുപ്പുണ്ടാക്കിയായിരുന്നു. സൂചി നൂലും വെച്ചു തയ്ക്കാൻ തുടങ്ങി, ഉടുപ്പുണ്ടാക്കി, ഇല കൊണ്ടുണ്ടാക്കി ഉടുപ്പുണ്ടാക്കി. പക്ഷേ അതോടുകൂടി ഭയം കടന്നു. അവരോട് ചോദിച്ചു, ആദാമേ നീ എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ തോട്ടത്തിൽ ഒച്ച കെട്ടിയിട്ട് എന്ത് ചെയ്തു? പേടിച്ചിട്ട് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഭയം കടന്നു, സമാധാനം പോയി. ആരോടുള്ള സമാധാനം? ദൈവത്തോടുള്ള സമാധാനം പോയി. ഈ സമാധാനം എങ്ങനെ നമുക്ക് കിട്ടും? പുത്രൻ മുഖാന്തരം ദൈവത്തോട് നമുക്ക് നിരപ്പുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനമുണ്ട്. അതാണ് ദൈവത്തോടുള്ള സമാധാനമെന്ന്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് ദൈവത്തോട് സമാധാനം. ആര് മുഖാന്തരം? യേശു മുഖാന്തരം. യേശുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം. ഈ ദൈവത്തോട് സമാധാനം ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ ഒരു തലം ഉണ്ടാകും, നമ്മളിലൊരു സമാധാനമുണ്ട്. എല്ലാവരും നെഞ്ചത്തൊന്ന് കൈവച്ചിട്ട് പറഞ്ഞേ, നമ്മളിലൊരു സമാധാനം. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മളീ സമാധാനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല.
വണ്ടി ഓടിക്കുന്നവർ ഒന്ന് കൈ വെക്കാമോ? വണ്ടി ഓടിക്കുന്നവർ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റെഡ് ലൈറ്റ് വണ്ടി കിടക്കുക. റെഡ് ലൈറ്റ് വണ്ടി കിടക്കുമ്പോൾ പോകാമോ നിർത്തണോ? റെഡ് ലൈറ്റ് കാണുമ്പോൾ നിർത്തണോ പോണോ? റെഡ് ലൈറ്റ് വണ്ടി കിടക്കുമ്പോൾ പുറകെ ഇരുന്നുകൊണ്ട് ഓൺ അടിക്കുന്നവരെ കേട്ടിട്ടുണ്ടോ? റെഡ് ലൈറ്റ് നമ്മൾ കിടക്കുമ്പോൾ പുറകെ ഇരുന്നുകൊണ്ട് കുണുകുണാന്ന് ഓൺ അടിക്കുന്നവരെ കേൾക്കുന്നുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇറങ്ങിച്ചെന്ന് ഒരൊറ്റ ഹറ്റി വെച്ച് കൊടുക്കാൻ തോന്നത്തില്ലേ? അത് നമ്മുടെ ഗ്ലാസ് കൂടെ താത്തിട്ടേക്കാണ് ചെവിക്കന്നം പോകുന്ന ഓൺ അടിക്കുന്നത്. ഇവൻ എന്തുകൊണ്ടാണ് ഓൺ അടിക്കുന്നത്? സമാധാനമില്ല അവന്. അപ്പോൾ ഇറങ്ങിച്ചെന്ന് എന്താണ് ഓൺ അടിക്കുന്നത് ചോദിച്ചിരിക്കുന്നവനും എന്തോ ഇല്ല. അത് കേട്ടിട്ട് മിണ്ടാതിരിക്കണേ എന്തോ വേണം? സമാധാനം വേണം. കണ്ടേ, ഒരു വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്യുക. വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ചോദിക്കുക, വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നു. ഓവർടേക്ക് ചെയ്യുമ്പോൾ വല സൈഡിൽ കൂടെ വണ്ടി ഓവർടേക്ക് ചെയ്യുക. ഈ ഇട സൈഡിലെ വണ്ടിയുടെ സ്പീഡ് കൂട്ടണോ കുറയ്ക്കണോ? വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നു. ഈ ഇട സൈഡിലെ വണ്ടിയുടെ സ്പീഡ് കൂട്ടണോ കുറയ്ക്കണോ? കുറയ്ക്കണം. പക്ഷെ പലപ്പോഴും നമ്മളെന്തോ ചെയ്യും? കൂട്ടും. അവനങ്ങനെ കയറി പോകണ്ട. അച്ചായൻ ചവിട്ടിയപ്പോൾ ഇടത്തിരുന്ന് അമ്മാമ്മ പറയുക, കയറ്റിവിടല്ല ചവിട്ടിവിട അങ്ങനെ കയറ്റിവിടല്ല. അമ്മാമ്മയ്ക്ക് എന്തോ ഇല്ല? സമാധാനമില്ല. കണ്ടോ? വണ്ടി ഓടിക്കണേ അപ്പോൾ എന്തോ വേണം? സമാധാനം ഇല്ലാത്തവൻ വണ്ടി ഓടിച്ചാൽ ആക്സിഡൻ്റ് ഉണ്ടാകും. വേണ്ടേ? സമാധാനം ഇല്ലാത്തവൻ വണ്ടി ഓടിച്ചാൽ എന്തോ ഉണ്ടാകും? ആക്സിഡൻ്റ് ഉണ്ടാകും. ഒരു നല്ല അമ്മയാകണേ എന്തോ വേണം? സമാധാനം വേണം. ഈ അമ്മ പിള്ളേർക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരുണ്ടേ? ഒന്ന് കൈപൊക്കിക്ക്. പിള്ളേരെ പഠിപ്പിക്കുന്ന അമ്മമാർ. പിള്ളേരെ പഠിപ്പിക്കണം. സമാധാനം വേണ്ടേ? ഒന്നാമത്തെ കാര്യം, ഈ CBSE നമുക്ക് വായിച്ചിട്ട് മനസ്സിലാകത്തില്ല. ഇതൊന്നും പലതും നമ്മുടെയൊക്കെ അപ്പുറമാണ്. എന്നാലും പഠിക്കുമ്പം കൊച്ചിന് മനസ്സിലായില്ലെങ്കിൽ അമ്മ കൊച്ചിനെ എന്തോ ചെയ്യും? പറഞ്ഞു പിച്ച് പറിക്കും. എൻ്റെ അമ്മയൊക്കെ പിച്ചുമായിരുന്നു. പിച്ചുമ്പം കൊച്ചെന്തോ ചെയ്യും? കരയും. വീട്ടിൽ അമ്മച്ചി ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയുണ്ടെങ്കിൽ അപ്പം എന്തോ ചെയ്യും? പറഞ്ഞു ഭർത്താവിൻ്റെ അമ്മ വീട്ടിലുണ്ടെങ്കിൽ എന്തോ പറയും? അടിച്ചാന്നോടി കൊച്ചിനെ പഠിപ്പിക്കുന്ന, കൊച്ചിനെ കരയിപ്പിച്ചാന്നോടി പഠിപ്പിക്കുന്ന, 4 ലക്ഷം പിച്ച് പറിച്ചാന്നോടി കൊച്ചിനെ പഠിപ്പിക്കും ചോദിക്കും. അപ്പോൾ ഈ മരുമോൾ എന്തോ ചെയ്യും? കൊച്ചിൻ്റെ അമ്മ റാന്നിയിലെ കാര്യമാണ്, തിരുവനന്തപുരത്തല്ല. എന്താ പറയും? ഞങ്ങളുടെ ചേച്ചിമാർ പറയും, ഈ വീട്ടിൽ എൻ്റെ കൊച്ചിനെ അടിക്കാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഞാൻ എന്തിനാണ് അമ്മയായിട്ട് ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യത്തിൽ. ഇതിനിടയ്ക്ക് ആര് വന്നു? ഭർത്താവ് വന്നു. അപ്പോൾ ഈ ചേച്ചി ആരോട് പറയും? ഭർത്താവോട് പറയും. അപ്പം ഭർത്താവ് ആരോട് ചാടും? പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യം. ഭർത്താവ് ആരോട് ചാടും? അമ്മയോട് ചാടും. അപ്പോൾ അമ്മ എന്തോ ചെയ്യും? അമ്മ ഒരൊറ്റ കരച്ചില. 9 മാസം അവനെ ഞാൻ നൊന്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ റാന്നിക്കാരൻ്റെ ഒരു ചെറുക്കൻ പറഞ്ഞു, അതിനെന്തോ വേണം? നന്ദി വേണോടാ, പെണ്ണിനെ കണ്ടപ്പോൾ എന്നെ വേണ്ടല്ലോടാ. അവൻ പറഞ്ഞു, 9 മാസത്തിൻ്റെ കണക്ക് പറയല്ലേ? 9 മാസം കഴിഞ്ഞ് അമ്മയ്ക്ക് പ്രസവന വന്നപ്പം ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നേ അമ്മ എന്തോ ചെയ്തേനെ? ഞാൻ മര്യാദയ്ക്ക് നേരത്തെ കാലത്ത് ഇറങ്ങി വന്നുകൊണ്ടാണ് അമ്മ ജീവനോട് ഇരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വർത്താനം ഒന്നും എന്ത് ചെയ്യണ്ട, പറയണ്ട. അന്ന് ആ വീട്ടിൽ ആരും കഴിച്ചില്ല. ചുരുക്കത്തിൽ ഒരമ്മയാകണേ എന്തോ വേണം? സമാധാനം. ഒരു ഭാര്യ ഭർത്തൃ ജീവിതം നയിക്കണേ എന്തോ വേണം? സമാധാനം. ചെറിയൊരു കാര്യം ഒരു ചിന്തകൻ പറഞ്ഞെഴുതി കഥയാണ്, വായിച്ചതാണ്. രാവിലെ ഭർത്താവ് ജോലിക്ക് പോകാൻ വേണ്ടി പത്രം വായിച്ചിരുന്ന സമയം പോയി. ചേച്ചിക്കും പോകണം ജോലി. പുള്ളി ഇങ്ങനെ നേരം പോകുന്നതിനും വരെ പത്രം വായിച്ചിരുന്ന അവസാനം സമയം പോയപ്പം ചാടി കുളിക്കാൻ കയറി. കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഓർക്കുന്നത് തോർത്തെടുത്തില്ല. കുളി കഴിഞ്ഞു. പുള്ളി അവിടെ കിടന്നുകൊണ്ട് ഒരൊറ്റ അല കഥക് പകുതി തുറന്ന് തല പുറത്തോട്ടിട്ട് തോർത്തില്ലല്ലോ. പുള്ളി ഒരൊറ്റ വിളി വിളിച്ചു, എടിയേയ് തോർത്ത്. എടി എവിടെ നിൽക്കുകയെന്നറിയാമോ? അടുക്കള നിൽക്കുക, ദോശ ഇടുക, അച്ഛനെ വിടണം, പിള്ളേരെ വിടണം. അപ്പോൾ എടി കേട്ടു, തോർത്ത് കേട്ടില്ല. അവൾ ഓടിച്ചെന്ന് ചോദിച്ചു, എന്താ മനുഷ്യ? അപ്പോൾ അയാൾ പറഞ്ഞു, അതിങ്ങോട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ ഇവൾ ചോദിച്ചു, എന്തോന്ന്? എടി നിന്നോടല്ലേ പറഞ്ഞ അതിങ്ങോട്ട് തരാൻ. ഏതാ? തോർത്ത്. പക്ഷെ പുള്ളി പറഞ്ഞത് അതിങ്ങോട്ട് തരാനായി. തോർത്ത് കുളിച്ചിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ ഇവള് ദോശ ചുട്ടുകൊണ്ട് വരിക, ചട്ടുകം കയ്യിലുണ്ട്. അപ്പോൾ ഇവൾ ചോദിച്ചു, ഇതാണോ മനുഷ്യാന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അവളെന്തോ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ പെണ്ണ് പറഞ്ഞു, വല്ലതും പറയാനുണ്ട് എന്നെ പറഞ്ഞോണം, എൻ്റെ വീട്ടുകാരെ എന്ത് ചെയ്തേക്കരുത്, പറഞ്ഞേക്കരുത്. അപ്പോൾ അയാൾ ചോദിച്ചു, പറഞ്ഞാൽ നീ എന്തോ തല പകുതി പുറത്ത് കിടക്കുവാന്ന് ഓർത്തണം, പറഞ്ഞാൽ നീ എന്തോ ചെയ്യും. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളുടെ തള്ളയുടെ വിശേഷം എന്നെ കൊണ്ട് കൂടുതൽ എന്ത് ചെയ്യരുത്, പറയിപ്പിക്കരുത്. സംഭവം പോയ പോക്ക് കണ്ടോ? ചേട്ടൻ അത് താടിയെന്ന് പറയുമ്പോൾ ചേട്ടന് വേണേൽ തോർത്ത് തരാൻ പറയാം. പക്ഷേ ചേട്ടൻ എന്തോ ഇല്ല, സമാധാനമില്ല. എന്നാലും എൻ്റെ പൊന്നു ചേച്ചി കുളിമുറി ചട്ടുകം വേണോ?
ഏതെങ്കിലും കുളുമുറി ചേട്ടന് ചട്ടുകം വേണോ? വേണ്ട. ഈ ചട്ടുകം നീട്ടാതിരിക്കാനുള്ള സമാധാനം ആർക്കില്ല? ചേച്ചിക്കും ഇല്ല. അപ്പം മനുഷ്യനാവശ്യം ദൈവത്തോട് സമാധാനം ഉണ്ടെങ്കിൽ നമ്മിൽ എന്തോ ഉണ്ടാകും? സമാധാനം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമ്മിൽ എന്തോ ഉണ്ടാകും? സമാധാനം. ഈ നമ്മിൽ സമാധാനം ഉണ്ടെങ്കിലേ മറ്റുള്ളവരോട് എന്തോ ഉണ്ടാകത്തുള്ളൂ? സമാധാനം ഉണ്ടാകത്തുള്ളൂ. അപ്പം ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനം. 3, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. എല്ലാവരും പറഞ്ഞേ, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. ഇന്ന് മനുഷ്യർ സന്തോഷത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. സന്തോഷമല്ല അവർക്ക് കിട്ടുന്നത്, സുഖമാണ് കിട്ടുക. സുഖാന്വേഷണങ്ങളാണ് മനുഷ്യർ. ലഹരിക്ക് അടിമപ്പെടുന്നവരൊക്കെ പലപ്പോഴും എന്ത് തേടുന്നതാണ്? സന്തോഷം തേടുന്നതാണ്. നിരാശകളെന്നും ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി കൂട്ടുകാരുടെയൊക്കെ ഫലമായിട്ട് അവർ പ്രേരണയ്ക്ക് വിധേയപ്പെട്ട് ലഹരി എടുക്കുമ്പോൾ കിട്ടുന്നതൊരു ഉന്മാദമാണ്. ആ ഉന്മാദം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തളർച്ചയായി നിരാശയായി മാറും. പലപ്പോഴും സുഖ അന്വേഷണം കൊണ്ടെത്തിക്കുന്നത് നിരാശയിലാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് തരുന്ന സന്തോഷം സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് ഉയരത്തിൽ നിന്ന് വരുന്നതാണ്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും പ്രശ്നമില്ലേ? ഉണ്ട്. ദൈവമക്കൾക്കും പ്രശ്നമുണ്ട്, മറ്റുള്ളവർക്കും പ്രശ്നമുണ്ട്. എന്നാൽ ചെറിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കാൻ കഴിയുന്നത്? ഒറ്റ കാര്യമാണ്, ദൈവം തരുന്ന ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഹല്ലേലൂയ. സന്തോഷിപ്പീൻ. എന്തുകൊണ്ട്? ഇന്നേ ദിനം ദൈവനിർമ്മിതമായതുകൊണ്ട്. കരങ്ങളടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ, ഹല്ലേലൂയ. അപ്പം ദൈവരാജ്യം കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കും. ദൈവരാജ്യം എന്തല്ല? ഭക്ഷണവും പാനീയവുമല്ല. 3 കാര്യങ്ങൾ: നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. അപ്പം കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ. അടുത്ത വാക്ക് മാനസാന്തരപ്പെടണം. എല്ലാവരും പറഞ്ഞേ, എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എന്താണ് മാനസാന്തരം? എന്തല്ല മാനസാന്തരം? മാനസാന്തരം ചെറിയൊരു മാറ്റം അല്ല കേട്ടോ. മാനസാന്തരം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് ഹൃദയം കൊടുത്ത് സുവിശേഷം കേട്ട് ക്രിസ്തു നമ്മൾ ഉരുവാകുമ്പോൾ ലോകോന്മുഖമായി പോയിരുന്ന നമ്മൾ തിരിഞ്ഞ് ദൈവോന്മുഖമായി മാറുന്നതിൻ്റെ പേരാണ് എന്ത്? മാനസാന്തരം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. നാം സുവിശേഷം കേട്ട് കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അതാണ് വീണ്ടും ജനന അനുഭവം. നമ്മൾ ആര് ജനിച്ചു? ക്രിസ്തു ജനിച്ചു. ഒരു ദാമ്പത്യത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത്, അല്ലേ? ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുണ്ടാകുക. എങ്കിലും ഒരു സാധാരണ കുടുംബത്തിൽ നമുക്കറിയാം, ഒരു ദാമ്പതികൾ അവർ വിവാഹം കഴിച്ച് കുറച്ച് ദിവസം മുമ്പോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഒരു സഹോദരിക്ക് ഒരു ഓക്കാനം, ഒരു ഛർദിൽ ഒക്കെ വരുമ്പോൾ കാരണവന്മാർ പ്രായമുള്ളവർ ചിരിക്കും, സന്തോഷിക്കും, അടക്കം പറയും. എന്താണ്? ആര് വരാൻ തുടങ്ങി? കുഞ്ഞുരുവായപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു ഓക്കാനം വന്നു. ഇന്നലെ ഐസ്ക്രീം ഇഷ്ടമായിരുന്നു, പക്ഷേ ഇന്ന് എന്ത് വേണ്ട? ഐസ്ക്രീം വേണ്ട. പുളി ഇഷ്ടമാകുന്നു, മറ്റു പലതിനോട് ഇഷ്ടമായി. എന്താ കാര്യം? ഇന്നലെ വരെ ഇഷ്ടമുള്ളതിനോട് എന്ത് തോന്നുന്നു? അനിഷ്ടം തോന്നുന്നു. ഇന്നലെ വരെ അനിഷ്ടമായിരുന്നതിനോട് ഇഷ്ടം തോന്നുന്നു. ഇതാണ് മാനസാന്തരം. ഇന്നലെ വരെ സിനിമയുടെ ഇഷ്ടമായിരുന്നു, ഇന്നലെ വരെ പാപത്തോട് ഇഷ്ടമായിരുന്നു, ഇന്ന് അതിനോടൊരു അനിഷ്ടം. പിന്നെ ആരാധന, പ്രാർത്ഥന, യോഗത്തിൻ്റെ നോട്ടീസൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഹല്ലേലൂയ. എന്താണ്? ദൈവത്തോടൊരു സന്തോഷം. മനസ്സിലാകുന്നുണ്ടോ? വീണ്ടും ജന്മം പ്രാപിച്ചോന്ന് എങ്ങനെ അറിയാം? ലോകത്തോടൊരു അനിഷ്ടം, ദൈവോന്മുഖമായ ഒരു ജീവിതം, ദൈവികമായ വിഷയങ്ങളിൽ ഒരു സന്തോഷം. ഇന്നലെ വരെ ബൈബിൾ വായിക്കുമ്പം ബോറടിക്കുമെങ്കിൽ ഇന്ന് അധ്യായങ്ങൾ വായിച്ച് പോകുന്നത് സമയം പോകുന്ന അറിയുന്നില്ല. ഇന്നലെ ആരാധനയ്ക്ക് വരുന്നതൊരു മടുപ്പായിരുന്നെങ്കിൽ ഇന്ന് ആരാധിക്കുമ്പോൾ ദൈവത്തിന് സമയം പോരാ. എന്താ കാര്യം? വീണ്ടും ജനനം. ലോകോന്മുഖമായി പോയവർ ദൈവോന്മുഖമായി തിരിയുന്നു. സുവിശേഷം നിമിത്തം സുവിശേഷത്തിലുള്ള ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ലോകത്തിന് പുറംതിരികയും ദൈവത്തിന് മുഖം തിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് എന്ത്? മാനസാന്തരം. എല്ലാവരും പറഞ്ഞ്, ലോകത്തിന് പുറംതിരികയും ദൈവത്തിന് മുഖം തിരികുകയും ചെയ്യുന്ന ദൈവോന്മുഖമാകുന്ന ആ പ്രതിഭാസത്തിൻ്റെ പേരാണ് മാനസാന്തരം. അപ്പോൾ മറക്കരുത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. യോഹന്നാൻ പറയുന്നു, ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ
ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ജഡത്താ ജനിച്ചത് എന്താകുന്നു? ജഡമാ. നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ മാനസാന്തരപ്പെടണം, ദൈവോന്മുഖമായി തിരിയണം. അത് ദൈവത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിന് ഹൃദയം കൊടുക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ കേൾപ്പിക്കാൻ, അതിനാണ് ഞങ്ങൾ ഈ വചനം പ്രസംഗിക്കുന്നത്. കേൾക്കാത്തവൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? എന്തിനാണ് പ്രിയപ്പെട്ട പാസ്റ്റർ ഒത്തിരി കഷ്ടപ്പെട്ട് ഇത്രയും വലിയ യോഗമൊക്കെ സംഘടിപ്പിക്കുന്നത്? ഞങ്ങളുടെ റാന്നിയുടെ MLA-യും XMLA-യും ഇതുവഴി പോയിട്ട് എന്നെ വിളിച്ചു കേട്ടോ. റാന്നി XMLA, റാന്നി MLA ഇതുവഴി പോയിട്ട് പറഞ്ഞു, എടാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തിരുവനന്തപുരം ഭാഗത്തെല്ലാം നിൻ്റെ ഫോട്ടോയോടാ. എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ എല്ലായിടത്തും തിരിഞ്ഞാലും പ്രിൻസ് പാസ്റ്റർ, ഞങ്ങളുടെ MLA പ്രമോദ് നാരായണനും XMLA ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജു അബ്രഹാം സാറും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു തിരുവനന്തപുരത്ത് മൊത്തം ഫോട്ടോ ഇരിപ്പുണ്ടെന്ന്. എന്ത് കഷ്ടപ്പെട്ട ഇതെല്ലാം ഒട്ടിച്ചത്. ഇത് ഒട്ടിക്കാനുള്ള കാരണം കേൾക്കാത്തവൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അതുകൊണ്ട് പ്രിയനെ, പണക്കൊഴുപ്പിലാണ് യോഗം നടക്കുന്നത് ചിന്തിക്കരുത്. പണം ഉണ്ടാക്കാനുള്ള മാർഗമാണെന്നും ചിന്തിക്കരുത്. ഇവിടുത്തെ നോട്ടീസൊക്കെ കണ്ടപ്പോൾ ഇതുപോലെ യോഗം നടത്തുന്ന ഒരാളാണ് ഞാനും. യോഗം കഴിഞ്ഞ് എല്ലാവരും പോകും, കടം ബാക്കിയാകും. പിന്നെ യോഗം നടത്തുന്നത് മണ്ടരായതുകൊണ്ടല്ല, നമ്മുടെ അകത്താ സന്തോഷമുള്ളത് കൊണ്ടാണ്, നമ്മുടെ അകത്താ തീഷ്ണമായ വാഞ്ചയുള്ളത് കൊണ്ടാണ്. ഓരോ കൺവെൻഷനും കഴിയുമ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ കൂടെ ഉള്ളവർക്ക് അറിയാമോ സത്യമായ കാര്യങ്ങൾ. 5, 8, 10 ലക്ഷം രൂപയൊക്കെ ചിലപ്പം കടം വരും. അതങ്ങ് വീടും. പിന്നെ യോഗം നടത്തും. എല്ലാവരും പറയും ഇനി വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ നടത്തും. എന്തുകൊണ്ടാണ്? കേൾക്കാത്തവൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ജോലിയുണ്ട്, കേൾപ്പിക്കുക, 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 കേൾപ്പിക്കുക. അതുകൊണ്ട് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്താണ് സുവിശേഷം? എന്തെങ്കിലും പറയുന്ന അല്ല സുവിശേഷം. എന്താണ് സുവിശേഷം? വായിക്കാം. 2 തീമോഥെയോസ് 2:8. 2 തീമോഥെയോസിൻ്റെ ലേഖനം 2-ാമത് അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്ന യേശുക്രിസ്തുവാണ്. 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ജനിച്ചു, മരിച്ചു. ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കൊരു കാര്യമുണ്ട്. 33.5 വയസ്സ് വരെയുള്ള എന്തോ ഉണ്ട്? ജീവിതമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്, ഇതാകുന്നു എന്ത്? സുവിശേഷം. ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞേ. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണല്ല? ഭക്ഷണവും പാനീയവുമല്ല. 3 കാര്യങ്ങൾ: നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. സമാധാനം, 3 കാര്യങ്ങൾ. ദൈവത്തോട്, നമ്മോട്, മറ്റുള്ളവരോട്. സന്തോഷം, ലോകം തരുന്നത് സുഖം, ദൈവം തരുന്നത് എന്താണ്? സന്തോഷം. സുഖം അതിൻ്റെ അവസ്ഥ തീരുമ്പോൾ മാറിപ്പോകും. എന്നാൽ സന്തോഷം തരുന്നത് ഒന്നുമില്ലെങ്കിലും സന്തോഷം തരും. ഒന്നുമില്ലാഞ്ഞിട്ടും ദൈവത്തെ സ്തുതിക്കും. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല ഈ രാത്രി സന്തോഷത്തോടെ നിൽക്കുന്നത്. 1000 പ്രശ്നങ്ങളുടെ മുമ്പിലാണ് ഞാനും നിൽക്കുന്നത്. പക്ഷേ എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു സമാധാനമുണ്ട്, ഒരു സന്തോഷമുണ്ട്. എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അതുകൊണ്ടത് ലോകത്തിന് കവർന്നു കളയാൻ ഒക്കത്തില്ല. ഉയരത്തിൻ്റെ സന്തോഷമാണ്. 4-ാമത്തെ കാര്യം സുവിശേഷം. സുവിശേഷം എന്താണ്? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു. അതാ എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം സുവിശേഷമാകുന്നത്? വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത് അധ്യായം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത് അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. അടുത്ത വാക്യം എല്ലാവരും വായിച്ചേ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതുകൊണ്ട് പറയാം, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മത്തായി അത് പറയുന്നു. ദൈവം നമ്മോട്
കൂടെ അതിന് പറയാൻ കാരണമുണ്ട്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം ഒരു അത്ഭുത വിഷയമായി സുവിശേഷമായി മാറുന്നത്? ഒന്ന്, മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു, ഇസാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെ അവൻ്റെ സഹോദരന്മാരെ ജനിപ്പിച്ചു, യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു എന്ന് പറഞ്ഞ് വംശാവലി പറഞ്ഞു വരുമ്പോൾ അവസാനം പറയുന്നത് യേശുക്രിസ്തുവിനെ ജനിപ്പിച്ചു എന്നല്ല, യേശുക്രിസ്തു ജനിച്ചു എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു, ആരും ജനിപ്പിച്ചതല്ല. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര്. ഇമ്മാനുവേൽ എന്നുള്ള വാക്ക് അന്ന് മനുഷ്യൻ്റെ കൂടെ നടക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ അന്യമായിരുന്നു. മനുഷ്യനിൽ നിന്ന് ഒത്തിരി അകന്ന ദൈവസങ്കല്പങ്ങളും ദൈവചിന്തകളുമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ മനുഷ്യർക്കുണ്ടായിരുന്ന അതിഭീകരമായ ഭയപ്പെടുത്തുന്ന ദൈവിക ചിന്തകളുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ പറയുന്നു, ഒരു ദൈവത്തിൻ്റെ ആ മകൻ, ഒരു മകൻ നൽകപ്പെടുന്നു. ആ മകൻ ആരുടെ കൂടെ നടക്കും? മനുഷ്യനോട് കൂടെ നടക്കുന്ന ദൈവം. എല്ലാവരും പറഞ്ഞേ, മനുഷ്യനോട് കൂടെ നടക്കുന്ന ദൈവം, നമ്മോട് കൂടെ നടക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ പേരെന്താണ്? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. വീണ്ടും യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൽ എന്തുകൊണ്ട് യേശുവിനെ ജനിച്ചു മരിച്ചിട്ട് ജനനം സുവിശേഷമായിരിക്കുക? വായിക്കാം. 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം, ആധിപത്യം അവിടുത്തെ തോളിൽ ഇരിക്കുന്നു. അടുത്ത വാക്യം, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവം, നിത്യപിതാവ്. ഒന്നുകൂടെ പറഞ്ഞേ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെൻ്റെ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമുള്ളത് കൊണ്ടാണ്. അത്ഭുത മന്ത്രി. ഇവിടെ ഒത്തിരി മന്ത്രിമാരൊക്കെ ഉണ്ട്. മന്ത്രിമാർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. പക്ഷേ അത്ഭുതം എന്നൊരു വകുപ്പിൻ്റെ മന്ത്രി എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ പേരെന്താണ്? അത്ഭുത മന്ത്രിയാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അനവധി അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവം തൻ്റെ ആ രാജ്യം സ്ഥാപിക്കുമ്പോൾ, ദൈവോത്തരം തെളിയിക്കുമ്പോൾ അത്ഭുത മന്ത്രി. 2 വീരനാ, 3 നിത്യ, 4 എല്ലാവരും ചേർന്ന് പറഞ്ഞേ, 4 സമാധാന പ്രഭു. ഒന്നുകൂടെ പറഞ്ഞേ, സമാധാന പ്രഭു. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു സമാധാന പ്രഭു ആയിരിക്കുന്നത്? അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഹിസ്റ്റോറിക്കൽ ജീസസ്, നസ്രയനായ യേശു, നസ്രയത്തിലെ യേശു ജനിച്ച് 33 വയസ്സ് വരെ ജീവിച്ച നസ്രയത്തിലെ യേശു, ഹിസ്റ്റോറിക്കൽ ജീസസ്. യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ജനനം അത്ഭുതമായിരുന്നു. എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു സമാധാന പ്രഭുവാണ്. എന്തുകൊണ്ടാണ് സമാധാന പ്രഭുവാകുന്നത്? മനുഷ്യ ജീവിതത്തിൻ്റെ സമാധാനം പലപ്പോഴും പല പ്രതിസന്ധികളിലൂടെ സാത്താൻ കളയും. കള്ളം വന്നത് അറക്കാനും മുടിപ്പാനും മോഷ്ടിക്കാനും. യേശു വന്നതോ ജീവൻ തരാനും സമൃദ്ധിയായി തരുവാനും. പ്രതികരിക്കുന്ന ജനത്തിനായി സ്തോത്രം. യേശു വന്നതോ ജീവൻ തരാനും. അപ്പോൾ സമാധാന പ്രഭു എന്താണ്? ഞങ്ങളുടെ ഒരു സഭയിൽ സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ അടക്കുക. സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ അടക്കം വലിയ പിള്ളേർക്ക് എഴുത്തല്ലേ, പരീക്ഷ എഴുതുകയല്ലേ, ചോദ്യോത്തരം ചോദ്യപേപ്പർ കൊടുക്കുക, എഴുതണം. എന്നാൽ കൊച്ചു പിള്ളേരോട് എന്തോ ചെയ്യിക്കുക? ചോദ്യം ചോദിക്കുക. ഞങ്ങളുടെ ഒരു കൊച്ചു മുത്തിനെ ചോദ്യം ചോദിക്കാൻ വിളിച്ചു. ആ കൊച്ചു മുത്തിനോട് ടീച്ചർ ചോദിച്ചു, യേശു ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്തോ ചെയ്തെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, യേശുവോ? ലാസറിൻ്റെ വീട്ടിലോ? യേശു ലാസറിൻ്റെ വീട്ടിൽ എന്തോ ചെയ്തെന്ന് അവനറിയത്തില്ല. യേശു ലാസറിൻ്റെ വീട്ടിൽ. അവനിങ്ങനെ കുറേ നേരം ടീച്ചറെ നോക്കിയിട്ട് പറഞ്ഞു, എന്തോ ചെയ്തെന്നോ? കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. മാർക്ക് കൊടുക്കണോ വേണ്ടായോ? നിങ്ങൾ പറ, മാർക്ക് കൊടുക്കണോ വേണ്ടായോ? കൊടുക്കണം. യേശു ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് എന്താ ചെയ്തത്? കയറി ഇടപെട്ടു. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിനൊരു പ്രത്യേകതയുണ്ട്, മനുഷ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നൊരു യേശുവാണ്. ഈ രാത്രി ഞാൻ പറയട്ടെ, സമാധാന പ്രഭു ആകുന്നത് ഒന്ന്, യേശു മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടും. എന്തെല്ലാം മനുഷ്യൻ്റെ സമാധാനം കളയും? ഏറ്റവും വലുത് പാപമാണ്. പാപം മനുഷ്യൻ്റെ സമാധാനം കളയുമോ? കളയും. മനുഷ്യരെല്ലാം പാപികളാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശ നഷ്ടപ്പെട്ടു. അപ്പോൾ പാപം മനുഷ്യൻ്റെ സമാധാനം കളയത്തില്ലേ? കളയും. എന്നാൽ ദൈവം മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. അതുകൊണ്ടാണ് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ
യോഗ്യമായ വചനമാകും. ആ വാക്യം എല്ലാവരും പറഞ്ഞ്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനവുമാകുന്നു. അവൻ തന്നെ ജനത്തെ അവിടെ പാപങ്ങൾ രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ഇപ്പം യേശു എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവാൻ്റെ രക്ഷകൻ. എന്ത് രക്ഷകൻ? പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. പലപ്പോഴും മനുഷ്യ ജീവിതത്തിൻ്റെ സമാധാനം കളയുന്നത് പാപമാണ്. പാപം മനുഷ്യൻ്റെ സമാധാനത്തെ കളയും. ആത്യന്തികമായി ചിന്തിച്ചാൽ പാപം കൊണ്ടെത്തിക്കുന്ന ഒരു നിരാശയുടെ ലോകത്താണ്. ആണോ? നിരാശയല്ലേ കൊണ്ടെത്തിക്കുക. അവൻ്റെ മാത്രമല്ല, കുടുംബത്തിന് നിരാശയാകും. ഒരു മകൻ വഴിതെറ്റിപ്പോയാൽ ആ വീട് നിരാശപ്പെടും. ഒരു ഭർത്താവ് വഴിതെറ്റിപ്പോയാൽ ആ വീട് നിരാശപ്പെടും. ഭാര്യ നിരാശപ്പെടും. അപ്പം വഴിതെറ്റിയ കുഞ്ഞുങ്ങൾ നിരാശപ്പെടത്തില്ലേ? ആ വീടിൻ്റെ സമാധാനം പോകും. മദ്യം പലപ്പോഴും മനുഷ്യൻ്റെ സമാധാനം തകർക്കും. മദ്യപാനത്തോടു കൂടി ആരംഭിക്കുന്ന ഇതര ബന്ധങ്ങൾ ആ കുടുംബത്തിൻ്റെ സ്വസ്ഥതയെ ഭംഗിക്കും, തകർക്കും, ഒലയ്ക്കും. പക്ഷേ 1000 ആവേശത്തോടെ 1000 നാവോടെ ഉറക്കെ വിളിച്ച് പറയട്ടെ, അപ്പന് വേണ്ടാത്ത മക്കളെ, ഭാര്യയ്ക്ക് വേണ്ടാത്ത ഭർത്താവിനെ, മക്കൾക്ക് വേണ്ടാത്ത അപ്പനെ രക്ഷിച്ചെടുക്കുന്ന ഒരാളുണ്ട്. നസ്രയനായ യേശു. നസ്രയനായ യേശു. യേശു, ക്രിസ്തുവേശു. എല്ലാവരും ഉറക്ക വചനം എന്ന് പറഞ്ഞ് ഈ ലോകം അത് കേൾക്കട്ടെ, ഈ അന്തരീക്ഷം അത് കേൾക്കട്ടെ. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. അങ്ങനെയെങ്കിൽ എൻ്റെ യേശു പാപികളെ രക്ഷിക്കുന്ന യേശുവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിളിച്ചു പറയും, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കും. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കും. ഇന്നും സമൂഹത്തിന് തലവേദനയായ, പോലീസിന് കഴിയാത്ത, കൗൺസിലിങ്ങിന് കഴിയാത്ത, ഡി അഡിക്ഷൻ സെൻ്ററിന് കഴിയാത്ത വ്യക്തികൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് രൂപാന്തരം പെടുത്തുന്ന ഒന്നുണ്ട്: സുവിശേഷം. യേശു ഈ രാത്രി പറയട്ടെ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ അത് ഒരു എങ്ങനെയൊക്കെയോ തുടങ്ങി, പിന്നതൊരു ശീലമായി, പിന്നതൊരു പഴക്കമായി, പിന്നതൊരു വഴക്ക ദോഷമായി ജീവിതത്തിൻ്റെ ഭാഗമായ പാപബന്ധനങ്ങളിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് വിടിവെപ്പാൻ കഴിയുന്ന ശക്തിയുള്ള ഒരാളുണ്ട്. പാപത്തിൻ്റെ ബന്ധനങ്ങളെ അറുത്ത് കളയാൻ ശക്തിയുള്ള ഒരേ ഒരാൾ. അവൻ തൻ്റെ ജനത്തെ അവിടെ പാപങ്ങൾ രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് യേശു എന്ന് പേരിടും. അതുകൊണ്ടാണ് ഞാൻ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും അവിടെ കിടന്നു നിലവിളിച്ച് അവൻ എങ്കിലേക്ക് ചാഞ്ചി വന്നു, എന്നെ ഉയർത്തി ഒരു പാറമേൽ നിർത്തി എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ പാടും. ചേറ്റിലല്ലയോ കിടന്ന് ഓർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. ചേറ്റിലല്ലേ നാറ്റമല്ലയോ വമിച്ചതൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാ. മാറ്റിയല്ലോ സ്തുതിക്കുമെന്നും സ്തുതിക്കുമെന്നും ഞാൻ. പാപശാപ രോഗമായ നാശകർത്തത്തിൽ പതിക്കും. പാപശാപ നാശകർത്തത്തിൽ പതിക്കും. മാറ്റിയല്ലോ മാറ്റിയല്ലോ സ്തുതിക്കും.
മനുഷ്യൻ്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കും. എത്രയോ പ്രിയപ്പെട്ടവർ പറഞ്ഞു ഇങ്ങനെ ഒരു മോൻ എനിക്കില്ലെന്ന്. എത്രയോ ഭാര്യമാർ പറഞ്ഞു ഈ മനുഷ്യൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന്. എത്രയോ കുഞ്ഞുങ്ങൾ പറഞ്ഞു ഈ അപ്പൻ ഞങ്ങൾക്ക് നാണക്കേട് വരുത്തുമെന്ന്. എന്നാൽ ഇന്ന് അവർ പൊന്നായി, മുത്തായി. എന്താ വിഷയം? യേശു വന്നപ്പോൾ ഇന്നും ഞങ്ങൾ വിളിച്ച് പറയട്ടെ, ഈ ദേശമേ അറിയുക, പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. യേശു യേശു യേശു. തുറന്ന ഹൃദയത്തോടെ ഒരു നിമിഷം വാ. പലത് പരിശ്രമിച്ച് പരാജയപ്പെട്ട് കാണും. പലപ്പോഴും തീരുമാനമെടുത്തിട്ട് വീണ്ടും കഴിയാതെ പോകുന്നത് കൊണ്ട് ഇന്ന് തീരുമാനമെടുക്കാൻ പോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ ഈ രാത്രി യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ മദ്യപാനത്തിൽ നിന്ന് രക്ഷിക്കണമേ, എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ, എൻ്റെ കുരുക്കുകളിൽ നിന്ന് രക്ഷിക്കണമേ, എന്നെ അങ്ങയുടെ പൈതലാക്കണമെന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് നിൻ്റെ പാപത്തിൻ്റെ കെട്ടിനെ അഴിക്കാൻ കഴിയുന്ന വർഷങ്ങൾ 38 ആണ്ട് കുളക്കടവിൽ കിടന്നവനെ രക്ഷിച്ച യേശു വർഷങ്ങൾ പഴക്കമുള്ള ദുശീല ബന്ധനങ്ങളിൽ നിന്ന് റിഖാന ഹന്തന ശബല ഹഥന രാത്രി ദൈവവചനത്തിൻ്റെ ശക്തി, സുവിശേഷത്തിൻ്റെ ശക്തി ഈ ദേശത്ത് വ്യാപരിക്കട്ടെ. ഞാൻ വേണ്ടി വിളിച്ച് പറയുന്നു, ക്രിസ്തുവേശു പാപികളെ രക്ഷിക്കും. പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ജനത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്, ഒരു വ്യക്തിയുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു. ലോകമെമ്പാടും നിന്നുകൊണ്ട് നൂറുകണക്കിന് പേർ യേശുവിലൂടെ എൻ്റെ പാപത്തിൻ്റെ ബന്ധനങ്ങൾ, പഴക്ക ദോഷങ്ങളുടെ ദുശീല ബന്ധനങ്ങൾ, അത് എത്ര ആണ്ട് പഴക്കമുണ്ടെങ്കിലോ, എത്ര വർഷത്തെ പിടിയുണ്ടെങ്കിലോ, എൻ്റെ ദൈവത്തിന് പഴക്കം പ്രശ്നമല്ല. ഒറ്റ ദിവസത്തിലെ ഒരു പ്രാർത്ഥന, ഒരു നിമിഷത്തെ ഒരു പ്രാർത്ഥന, യേശുവേ എന്നെ രക്ഷിക്കണമേ. ദിഗംബരം പൊട്ടുമാർ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, യേശുവേ ദാവീദുപുത്ര എന്നോട് കരുണ തോന്നണമേ, എന്നെ രക്ഷിക്കാൻ കഴിയുന്ന. ഹല്ലേലൂയ. പലതും പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഈ രാത്രി ഞാൻ പറയുന്നു, പരീക്ഷിക്കുക. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഈ ദൈവം കനിഞ്ഞരുളിയ നാമം, യേശു എന്ന നാമം ഒന്ന് വിളിച്ചപേക്ഷിച്ച്, യേശുവേ എന്നെ രക്ഷിക്കണേ. അതെന്ത് ദുശീലമാകട്ടെ. ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി മക്കൾ മനസാക്ഷിയിൽ വല്ലാതെ തകരുന്നു, അവിടെ കണ്ണ് കുഴിയുന്നു, അവിടെ ശരീരം ക്ഷീണിക്കുന്നു, പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നു. എന്താ? അശ്ലീല സിനിമകളിൽ, അശ്ലീല സാഹിത്യത്തിൽ, അശ്ലീല ചിത്രങ്ങൾക്ക് അടിമയാകുന്നു. എന്നാൽ എനിക്കറിയാം, പലപ്പോഴും തീരുമാനിച്ചിട്ട് പുറത്തു വരാൻ കഴിയാത്തവർ ഒറ്റ നിമിഷം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് യേശുവേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ ഏത് പഴക്ക ദുശീല ബന്ധനങ്ങളെ അറുത്ത് മുറിച്ചു കളയാൻ കഴിവുള്ള ഒരു വ്യക്തിയുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു. അവൻ തൻ്റെ ജനത്തെ അവിടെ പാപമെന്ന് രക്ഷിക്കും. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേ കയറി അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തന്ന യേശു. ഹല്ലേലൂയ. ഈ രാത്രി എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എന്നെ രക്ഷിക്കണമേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. വചനം പറയുന്നു, നിങ്ങളുടെ പാപം എത്ര കടുഞ്ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തം, ഹല്ലേലൂയ, നമ്മുടെ കഴുകി വെടിപ്പാക്കുന്ന രക്തം, ഹല്ലേലൂയ. ഈ രാത്രി യേശു രക്ഷിക്കുന്ന യേശു എന്ത് ചെയ്ത് രക്ഷിക്കും? പാപത്തിൽ നിന്ന് രക്ഷിക്കും. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ, പാപമില്ല പാപികളെ പാപമില്ല ശുദ്ധർക്കായി വരുന്നേ പരമെന്തിന അതിസമീപ
ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവിടുത്തെ തോളിലിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഒന്ന്, യേശുക്രിസ്തു ഇടപെടും. എന്ത് ചെയ്താണ്? രക്ഷിക്കും, പാപത്തിൽ നിന്ന് രക്ഷിക്കും. ഹല്ലേലൂയ. രണ്ട്, മനുഷ്യ പ്രശ്നങ്ങളിൽ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സമാധാനം മക്കൾ നഷ്ടപ്പെടുത്തും. മക്കളില്ലെങ്കിൽ സമാധാനക്കേടല്ലേ? മക്കളില്ലെങ്കിൽ സങ്കടമല്ലേ? പക്ഷേ ഒന്നെനിക്കറിയാം, മക്കളില്ലാത്ത ഒത്തിരി ദമ്പതികൾ ദൈവത്തിൻ്റെ നിലവിളിച്ചപ്പോൾ കർത്താവർക്ക് മക്കളെ കൊടുത്ത ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ എൻ്റെ ചുറ്റും നിൽപ്പുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എത്ര വർഷമായെങ്കിലും ഹല്ലേലൂയ, ജീവൻ്റെ ദാതാവായ ദൈവത്തിന് മക്കളെ തരാൻ കഴിയും. കണ്ണുകളെല്ലാം ഒന്ന് അടച്ചേ. മക്കളില്ലാത്ത ദമ്പതികൾ അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്കൊരു നിമിഷം എല്ലാ കണ്ണുകളും നടച്ചേ. അങ്ങനെയുള്ള ദമ്പതികൾ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ, നമുക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊന്ന് കരം ഉയർത്തിക്കേ. ആരെയും ശ്രദ്ധിക്കേണ്ട, കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങളങ്ങനെ ആണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ വന്ന കുഞ്ഞിന് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനോ സഹോദരിക്കോ ഉണ്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിലും ആത്മനിയോഗത്തിന് ഇപ്പോൾ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവൻ്റെ ദാതാവായ ദൈവമേ, എല്ലാ നിർജീവത്വങ്ങളും മാറാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിർജീവത്വങ്ങളുടെ മേലും അന്നായുടെ കരച്ചിൽ കേട്ട ദൈവമേ, സാറായുടെ നിർജീവത്വം മാറ്റിയ ദൈവമേ, ഹല്ലേലൂയ, റാഹേലിനെ ഹല്ലേലൂയ ഓർത്ത ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ദമ്പതികളുടെ മേൽ, അവരുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഇപ്പോൾ ഒരു വലിയ അത്ഭുത ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ എളിയവനായ ദാസൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജീവൻ്റെ ദാതാവ് അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഇടപെട്ട് അവരുടെ കുടുംബ ജീവിതത്തെ സമ്പുഷ്ടമാക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എളിയവൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, അത്ഭുതം നടക്കണമേ, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. വിശ്വാസത്തിൽ എല്ലാവരും ദൈവത്തിനൊന്ന് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ ദൈവം ജീവൻ്റെ ദാതാവാ, ജീവൻ്റെ ഉറവിടം അവിടുന്നാണ്. മക്കളില്ലാത്തവർക്ക് ദൈവം മക്കളെ കൊടുക്കും. എന്നാൽ പലപ്പോഴും മക്കൾ ജനിച്ചു കഴിഞ്ഞ് സമാധാനം പോകും നമുക്ക് കാണാൻ കഴിയുമോ? കഴിയത്തില്ലേ? കണ്ടിട്ടുണ്ടോ? അനുഭവിച്ചിട്ടില്ലേ? അപ്പനും അമ്മയൊക്കെ പറ. അങ്ങനെ ഒരു കുടുംബം, ആ കുടുംബത്തിൽ ദൈവം ഇടപെട്ടു. ആ അപ്പനൊരു മോളുണ്ടായിരുന്നു. ആ മോക്ക് വയസ്സ് 12 12 വയസ്സുള്ളൊരു കൊച്ചിന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ അപ്പൻ്റെ പേരുണ്ട്, കൊച്ചിൻ്റെ പേരില്ല. അപ്പൻ്റെ പേരെന്താ? യായിറോസ്. അപ്പൻ്റെ പേരെന്താ? യായിറോസ്. യായിറോസിൻ്റെ മോടെ പ്രായം എഴുതിയിട്ടുണ്ട്. എത്ര വയസ്സാ? 12 വയസ്സുള്ള കുഞ്ഞ് മരിച്ചുപോയി. അപ്പം കരഞ്ഞുകൊണ്ട് ചെന്ന് എൻ്റെ മോൾ അത്യാസന നിലയില്ല വന്നപ്പോഴത്തേനും കൊച്ചു മരിച്ചുപോയി. അപ്പൻ്റെ മോള് മരിച്ചു. അതിനൊരു കാരണം കാണുക, അപ്പൻ്റെ പേരാണ് എഴുതിയിരിക്കുക. പൊതുവെ എനിക്ക് മലയാളി സമൂഹത്തോട് ഞാൻ ചോദിക്കുക, അപ്പൻ എപ്പോഴും ഇഷ്ടം ആരോടായിരിക്കും? പൊതുവെ മോളോടാണോ മോനോടാണോ? അപ്പന് മോളോടാ. ആണ്ട ഒരു അപ്പനാ. മോളുണ്ടല്ലേ? ഇല്ലേ? മോളുണ്ടോ? മോളോടാ ഇഷ്ടം. അപ്പോൾ അമ്മ പറയും അപ്പൻ്റെ പുന്നാരുമോളാ, അപ്പൻ്റെ പുന്നാരമോളാ. വേണ്ട, അപ്പൻ്റെ പുന്നാരമോളും മരിച്ചുപോയി. വയസ്സ് എത്ര? 12. അതിനൊരു സൈക്കോളജിക്കൽ വ്യൂവിലൂടെ ഞാൻ പറയുകയാണ്. ഈ 12 കഴിയുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. 12 വരെയും വലിയ കുഴപ്പമില്ല, എന്നും മുറിക്കാത്ത അപ്പ തിരിച്ചു വന്ന് അമ്മ എന്ന് പറയുന്ന കൊച്ച് 13 കയറും, പ്രശ്നം തുടങ്ങും. എന്താ 13 കയറുമ്പോൾ എന്തോ തുടങ്ങി? ടീനേജ്, കൗമാരം, വല്ലാത്തൊരു പ്രായം. എന്താ ടീനേജ്? 13, 14, 15, 16, 17, 18, 19. രക്ഷപ്പെട്ടു. അതിന് മുമ്പ് ബൈക്കിൽ കയറി ചത്തുപോയില്ല, പിന്നെ ഉടനെ ചാകത്തില്ല. പേടിക്കണ്ട. ഈ 19 മുമ്പ് ചത്തുപോകല്ലേ. ഈ 19 മുമ്പാണ് പ്രശ്നം. 18 കഴിയുമ്പോഴാണ് ഇറങ്ങിപ്പോകുന്നത്. അത് കഴിഞ്ഞാൽ രക്ഷപ്പെടും, കുറച്ച് വകതിരിവൊക്കെ കിട്ടും. ആ പ്രായം ഒരു വല്ലാത്ത പ്രായം. ആ പ്രായത്തിലാണ് ഈ ജനറേഷൻ ഗ്യാപ്പ്, വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ആണോ? കൊച്ചും കേട്ടോ, ഞങ്ങളുടെ പിള്ളേരുടെ അങ്ങോട്ട് ടൂറ് പോവുക. അപ്പം അമ്മ എന്താ പറയും? എന്ത് സഹായമാണ് എൻ്റെ പക്ഷത്തുനിന്ന് വേണ്ടത് പറഞ്ഞാലും എന്ന് പറയുമോ? പിന്നെന്താ പറയും? ഇവിടുന്ന് ആരും എങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അപ്പം കൊച്ചെന്നാ പറയും? പിന്നെ ഞാൻ പോവും. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. ദിസ് ഗ്യാപ്പാണ് നിങ്ങളുടെ വീട്ടിലതൊക്കെ ഉണ്ടോ? ഇല്ല ആൻഡ് പിന്നെ ഉണ്ടോ? ഈ പ്രായത്തിലല്ലേ അതുള്ളേ. ആ പ്രായത്തിൽ പെൺപിള്ളേർ ഓരോന്ന് ഇട്ടുകൊണ്ട് ഇറങ്ങും. അമ്മ പറയും ഇത് ഇട്ടുകൊണ്ട് ഇവിടുന്ന് ആരും എങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഇതിട്ടാൽ എന്നാ കുഴപ്പം, ഇതിട്ടാൽ കുഴപ്പമുണ്ട്, പോകുന്നില്ല. ശരിയാണോ? പ്രത്യേകിച്ച് ഞായറാഴ്ച ഇതിട്ടുകൊണ്ട് എന്ത് ചെയ്യണ്ട, പോകണ്ട. അപ്പം കൊച്ചു ചോദിച്ചാൽ എന്താ ഇടിയുള്ള ആമ്പിള്ളേരെല്ലാം നോക്കുവടി,
അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. യാദൃച്ഛികം ഞാനും ചെന്ന് പെട്ട ഒരു പ്രശ്നത്തിൽ അമ്മേനോട് ചോദിച്ചു, പാഷ ഇത് ശരിയാണ്? സത്യത്തിൽ ശരിയല്ലായിരുന്നു. അത് കണ്ടാൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ അത് ഇടായിരിക്കും നല്ലത്. എന്താ എങ്കിലേ കുഴപ്പം? മോളെ അത് ചെന്നാൽ ഈ ആമ്പിള്ളേർ നിന്നെ നോക്കും. അവർ നോക്കട്ടെ, അവർ കാണട്ടെ, അവർ കണ്ടിട്ട് പോട്ടെ, എനിക്കെന്നായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമുണ്ട്. അതന്നെ, അവൻ നിന്നെ കണ്ടിട്ട് പോയിട്ട് അവൻ നിന്നെ മാത്രം ധ്യാനിക്കും. അവൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തും. അങ്ങോട്ട് ബാക്കിയില്ലേ? അവൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തും. നീ ഉണങ്ങിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നും എന്ത് ചെയ്യല്ലേ, കാണിക്കല്ല മക്കളെ. അവൻ്റെ ധ്യാനത്തിങ്കിൽ എന്ത് കത്തും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ബോംബുണ്ട് മക്കളെ, ഡിജിറ്റൽ ബോംബെന്നാണ് അതിൻ്റെ പേര്. എന്താണെന്നറിയാമോ? ഈ ആമ്പിള്ളേർ കള്ളന്മാരെ, ഇവന്മാർ പതുക്കെ പതുക്കെ ഇതുങ്ങളെ വളച്ചിട്ട് അവരുടെ ഫോട്ടോ മേടിക്കും. അവരെല്ലാം ഫോട്ടോ അങ്ങ് അയച്ചു കൊടുക്കും. ഈ ഫോട്ടോ എപ്പോഴും അവൻ പുറത്തെടുക്കുന്നറിയാം, അവിടെ കല്യാണം ആകുമ്പോൾ. ഇപ്പം തന്നെ കാണിക്കാടി, ഇതവനെ കാണിക്കടി, ഇതവനെ കാണിക്കുക. അങ്ങനെ കാണും ഫോട്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഒറ്റ കാര്യം ഓർക്കണം, അവനും ഫോണും കൂടെ വെള്ളത്തിൽ പോകാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് അവനും ഞാൻ കയറി പോകുന്നുണ്ട്, ഫോണങ്ങ് പൊക്കോട്ടെ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരാണ് ഡിജിറ്റൽ ബോംബെന്ന് പറയും. ഡിജിറ്റൽ ബോംബാണ്. ഏത് നിമിഷം ഈ ബോംബ് എന്ത് ചെയ്യാം, പൊട്ടോ. അങ്ങനെ എത്ര പിള്ളേർ പൊട്ടിയിരിക്കുന്നത്, എന്തെല്ലാം പ്രശ്നമാണ്. എന്നാലും എൻ്റെ പൊന്നു മക്കളെ, ഈ 12 വയസ്സുള്ള കൊച്ചു മരിച്ചുപോയി. എനിക്കവിടെ അത്ഭുതപ്പെട്ട ഒരു കാര്യമുണ്ട്. യേശു ആ വീട്ടിൽ ചെന്നു, എന്നിട്ട് എല്ലാവരെയും എന്താക്കി പറ, പുറത്താക്കി. എന്നിട്ട് അത്യാവശ്യം അപ്പനും അമ്മയും യേശുവും കൂടെ കയറി. കണ്ടോ എന്തിനാ യേശു പുറത്താക്കിയേ? നമ്മുടെ അണ്ണന്മാരെ പേടിച്ചിട്ടാ. നമ്മുടെ അണ്ണന്മാരകത്തോട്ട് കയറിയാൽ ഉടനെ എന്തോ എടുക്കും? ഫോട്ടോ എടുക്കും. എൻ്റെ യേശുവിന് ഇഷ്ടമില്ല. ഈ ഫോട്ടോ എടുത്താൽ ഉണ്ടല്ലോ, നാളെ അവിടെ കല്യാണം വരുമ്പോൾ ഇവൻ ഈ ഫോട്ടോ കാണിക്കും, കൊച്ചിനെ കണ്ട അസുഖമുണ്ടെന്ന്. എൻ്റെ കൊച്ചിൻ്റെ, നിൻ്റെ കൊച്ചിൻ്റെ അപമാനം ലോകം അറിയരുന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്, യേശു. യേശുവിനൊരു നിർബന്ധ ബുദ്ധിയുണ്ട് കേട്ടോ. കുഞ്ഞിൻ്റെ ഒരു കുറവ്, കുഞ്ഞിൻ്റെ ഒരു അപമാനം, കുഞ്ഞിൻ്റെ ഒരു മോശപ്പെട്ട കാര്യം ലോകം അറിയരുതെന്ന് നമ്മളെക്കാൾ നിശ്ചയദാർഢ്യമുള്ള ഒരു യേശു. ഇന്ന് രാത്രി പറയട്ടെ, യേശുവിന് നിർബന്ധ ബുദ്ധി ആ കാര്യത്തിൽ. ഒരു പെൺകുഞ്ഞിനും ഒരു ദോഷം വരല്ലെന്ന് നമ്മളെക്കാട്ടി നിർബന്ധമുള്ള യേശു. എന്നിട്ട് യേശു ആ കുഞ്ഞിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, തലീഥാ ഖുമി, ബാലെ എന്ത് ചെയ്യുക, എഴുന്നേൽക്കുക. അങ്ങനെയാണെങ്കിൽ ഈ അപ്പൻ്റെ മോള് മരിച്ചു പോയായിരുന്നെങ്കിൽ അടക്കം കഴിഞ്ഞ അപ്പന് ചിലപ്പം ആരോടും മിണ്ടാതെ നടന്നേനെ. അപ്പം വീടിന് പുറത്തിറങ്ങാൻ നടന്നേനെ. അപ്പൻ ആ കൊച്ചിൻ്റെ ഫോട്ടോ കാണുമ്പോൾ വിങ്ങി കരഞ്ഞ വർഷങ്ങൾ പോയേനെ. പക്ഷേ എൻ്റെ യേശു അതിനകത്ത് ഇടപെട്ട് ആ കുഞ്ഞിനെ നോക്കി ഒരു വാക്ക് പറഞ്ഞു, തലീഥ ഖുമി, ബാലെ എഴുന്നേൽക്കുക. അങ്ങനെയെങ്കിൽ രാത്രി അപ്പന്മാരെ പറയട്ടെ, അമ്മമാരെ പറയട്ടെ, നിൻ്റെ പെൺകുഞ്ഞിനെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. കുഞ്ഞിൻ്റെ പ്രശ്നത്തിൽ അവർ സങ്കടപ്പെടുകയാണ്. ദിഗംബരം പൊട്ടുമാർ വനങ്ങളെ തോലിരിക്കുന്ന, മാൻപേടകളെ പ്രസവിപ്പിക്കുന്ന, പാറയെ തകർക്കുന്ന ദൈവവചന ശക്തി ഈ രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. തലീഥ ഖുമി, ബാലെ എഴുന്നേൽക്കുക. തലീഥ ഖുമി, ബാലെ എഴുന്നേൽക്കുക. എല്ലാവരും ഉറക്കെ വാക്ക് പറഞ്ഞ് തലീഥ ഖുമി.